ഭരതമാഷെന്നാണ് നമ്മൾ എല്ലാവരും വിളിക്കുന്നത്. ശ്രീ PK ഭരതൻ എന്നാണ് പേര്. അപ്പോൾ ഈ ഫെസ്റ്റിവലിൽ ആണ് നമ്മൾ ഇതിൻ്റെ പ്രീമിയർ ഷോ നടത്താൻ പോകുന്നത്. ഓക്കെ, ഇനി ഈ ഫിലിം ആക്ച്വലി നമ്മൾ ഒരു 1.5 കൊല്ലം 2 കൊല്ലം ആയി ഇതിൻ്റെ പ്ലാനിങ്ങും ഷൂട്ടിങ്ങും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ട് ഇരുന്നത്. ആൻഡ് ആദ്യം ഈ പ്ലാൻ, ഈ ഐഡിയ വന്നപ്പോൾ നമ്മുടെ ജയേട്ടനെ കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്യാമെന്നുള്ള ഐഡിയ വന്നപ്പോൾ ഞാൻ ആദ്യം സാറിനെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ സാർ ഭയങ്കര എക്സൈറ്റഡ്, യെസ് നമുക്ക് ചെയ്യാം, നിങ്ങൾ പറഞ്ഞോളൂ എന്താ വേണ്ടതെന്ന് പറഞ്ഞോളൂ. ആസ് ഫാർ ആസ് ഫണ്ട്സ്, പൈസ ഇസ് കൺസേൺ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. സാറ് അത് റെഡിയായി. അങ്ങനെ നമ്മൾ ജയേട്ടനുമായിട്ട് കുറേ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്തു. കുറച്ച് ഇൻ്റർവ്യൂസ്, അദ്ദേഹത്തിൻ്റെ സംഗീതം, അദ്ദേഹം പാടിയ പാട്ടുകൾ, അദ്ദേഹം വർക്ക് ചെയ്ത പല ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ദേവരാജൻ മാഷ് മുതൽ അദ്ദേഹത്തിൻ്റെ കരിയറിന്, അപ്പോൾ അതെല്ലാം നമ്മൾ കവർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ്, അദ്ദേഹത്തിൻ്റെ ജീവിതവും സംഗീതത്തെക്കുറിച്ചുള്ള ഫിലോസഫി എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ സിനിമ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 1 hour, അപ്രോക്സിമറ്റ്ലി 1 hour ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ ഈ സിനിമയുടെ. ആൻഡ് ഞാൻ നമ്മുടെ പ്രൊഡ്യൂസർ വേണുഗോപാൽ മേനോൻ സാറിനോട് ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറയാം. മിസ്റ്റർ വർമ്മ എന്നെ സമീപിച്ചപ്പോൾ ഞാനിത് കൊമേഴ്ഷ്യൽ ആസ്പെക്ട് ഒന്നും നോക്കിയിട്ടില്ല. ജയറ്റിനോടുള്ള സ്നേഹവും മൂപ്പര് പാട്ടുകളോടുള്ള ഇഷ്ടവും കൊണ്ട് ഒറ്റ കാരണം കൊണ്ടാണ് ഇങ്ങനൊരു പ്രൊജക്റ്റിന് ഇതായത്. പിന്നെ ഭാഗ്യവശാൽ മൂപ്പര് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി. അതിനിപ്പോ കുറച്ച് വൈകിപ്പോയെങ്കിൽ അതും കൂടി നടക്കില്ലായിരുന്നു. അതിന് മുമ്പേ തന്നെ റിലീസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അത് നടന്നില്ല എന്നുള്ള വിഷമം അത് വളരെയധികം ഉണ്ട്. എന്നാലും ഇപ്പോഴെങ്കിലും സാധിച്ചത് വളരെ സന്തോഷം. നീ അടുത്തത് എഡിറ്റർ, ബേസിക്കലി എഡിറ്റിംഗ് ആണ് സിനിമ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഫുട്ടേജസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഈ സിനിമയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയും താങ്കളായിട്ട്. കുറച്ച് സമയം എടുത്തു ഇത് എഡിറ്റ് ചെയ്യാൻ. നല്ല ഇന്റർവ്യൂസ്, പിന്നെ ലൈവായിട്ട് അദ്ദേഹം പാടിയ പാട്ടുകൾ, പിന്നെ നമുക്കിപ്പോൾ ഈ വിഷ്വൽസ് ഉണ്ടായി വന്ന് ആള് സംസാരിക്കുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആളുടെ എക്സ്പീരിയൻസസ്, നമ്മളൊരു ഡോക്യുമെന്ററി എന്ന് പറയുമ്പോൾ വെറുതെ കുറെ സാധാരണ നമ്മൾ കാണുന്ന പോലെ അല്ലാതെ ഇന്റിമേറ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ചിത്രം ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. ചിലപ്പോൾ ആളുടെ ഓർമ്മകളുണ്ട്, അയാളുടെ ചെറുപ്പക്കാലത്തിനെ കുറിച്ചാണ് ഓർത്തെടുക്കുന്നത്. പിന്നെ പാട്ട് പാടുമ്പോൾ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സും അയാൾക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ആത്മബന്ധം, പിന്നെ ആളുടെ സ്വഭാവം, വളരെ കർക്കശ്യമുള്ളൊരു സ്വഭാവം എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ഇത് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്റർവ്യൂസ് ചാനൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ കുറച്ചും കൂടി ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് നമ്മൾ ഇതിൽ ശ്രമിച്ചിരിക്കുന്നത്. നമസ്കാരം. ജയചന്ദ്രനെ കുറിച്ചുള്ളൊരു ഡോക്യുമെന്ററി പക്ഷെ അത് വളരെ വിലപ്പെട്ട ഒരു ഡോക്യുമെന്ററി ആയിട്ടാണ്. കാരണം അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്കത് ചിത്രീകരിക്കാനായിട്ട് സാധിച്ചു. ഏറ്റവും എളുപ്പത്തിൽ സ്വാധീനിക്കുന്ന ഒരാളല്ല. വളരെ കർക്കശമായ ചില സ്വഭാവങ്ങളും ചില നീതിനിഷ്ഠകളും ഉള്ള ഒരാളായിരുന്നു ജയചന്ദ്രൻ. അതുകൊണ്ട് അദ്ദേഹത്തെ ഉപയോഗിച്ചൊരു ഡോക്യുമെന്ററി ചെയ്യാൻ സാധിച്ചത് വളരെ വലിയ ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് വരും കാലങ്ങളിൽ അതിൻ്റെ ഒരു മൂല്യം വളരെ വലുതാണ് എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഇരിഞ്ഞാലക്കുട ഫെസ്റ്റിവൽ, ഫിലിം ഫെസ്റ്റിവല് കഴിഞ്ഞ 8 വർഷമായിട്ട് ഫിലിം സൊസൈറ്റി നിലനിൽക്കുന്നുണ്ട്. 6 ഫെസ്റ്റിവലായി നടക്കുന്നു. 6ാമത്തെ ഫെസ്റ്റിവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദർശനമാണ് കാവ്യപുസ്തകം എന്ന പേരിൽ ഈ ഡോക്യുമെന്ററി നമ്മൾ അവതരിപ്പിക്കുന്നത്.
അതില് വേറെയും ഡോക്യുമെന്ററികളുണ്ട്. 24ഓളം ചിത്രങ്ങൾ ഫെസ്റ്റിവലിൽ കാണിക്കുന്നുണ്ട്. ഇന്റർനാഷണലി കീർത്തികേട്ട സിനിമകളുണ്ട്, ഡോക്യുമെന്ററികളുണ്ട്. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾ ചെയ്തിട്ടുള്ള ഡോക്യുമെന്ററി ഉണ്ട്. അതിന് പുറമെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദർശനം ജയചന്ദ്രനെ കുറിച്ചുള്ളതാണ്. ഈ ഫെസ്റ്റിവലില് നമ്മൾ 8-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാണ്. ഒരു 16-ാം തീയതിയാണ് അത് സമാപിക്കുക. ഇതിൽ 10-ാം തീയതിയാണ് ഈ പ്രദർശനം ഉണ്ടായിരിക്കുന്നത്. അത് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ട് വരുന്ന ഒരു പ്രദർശനമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ സഹകരണം കൂടി ഇതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. പാസ് 24ഓളം ചിത്രങ്ങൾ കാണാൻ 500 രൂപയുടെ പാസ്സാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ കോംപ്ലിമെന്ററി പാസുകളും നമ്മൾ അനുവദിക്കുന്നുണ്ട്. ഈ ഒരു ദിവസത്തേക്ക് കാണാനായിട്ട് ഉള്ള 100 രൂപയുടെ പാസും ഉണ്ട്. അപ്പൊ അങ്ങനെ പല വിധത്തിലുള്ള ഒരാൾ ഇത് കാണുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മടങ്ങി പോകാനുള്ള അവസരം ഒരിക്കലും ഉണ്ടാവില്ല. അത് കാണാനുള്ള സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കാണാൻ നമ്മൾ പാസ് അറേഞ്ച് ചെയ്ത് പാസ് നമ്മൾ അറേഞ്ച് ചെയ്ത് ആൻഡ് ഇതിന്റെ നിങ്ങളെല്ലാവരും വരണം. എല്ലാവരും നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ് ഈ അവസരത്തിൽ ഫെസ്റ്റിവൽ കാണാനും ആൻഡ് എസ്പെഷ്യലി നമ്മുടെ കാവ്യപുസ്തകം കാണാനും നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ